BJPക്ക് ഗുണം ചെയ്യില്ലേ എന്നുള്ള ചോദ്യമാണ് അവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്നത്. ഓക്കെ ഫാറൂഖ് കോൺഗ്രസ് നേതാവ് പാലക്കാട് എനിക്കൊപ്പം ചേരുകയാണ്. ഓക്കെ ഫാറൂഖ്, അവിടെ ഈ പറഞ്ഞ കാര്യങ്ങൾ അവിടുത്തെ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്ന സമയത്താണെങ്കിലും ഇപ്പോൾ നമുക്കറിയാം അവിടെ ഏതാണ്ട് 36,000 മുതൽ 40,000 വോട്ടാണ് അവിടെ LDF കഴിഞ്ഞ കാല തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ അവിടെ കണ്ടത്. അവർ ജയിക്കാൻ വേണ്ടി തന്നെയാണ് അവർ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത്, അല്ലാതെ UDF വോട്ട് പിടിച്ചെടുത്ത് BJPക്ക് സഹായം ചെയ്യില്ല. അവരെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നു, ജയിക്കണം എന്നുള്ളത് തന്നെയാണ് ആത്യന്തികമായിട്ട് ലക്ഷ്യം. അതിലെന്താണ് കുഴപ്പം? ഇപ്പോൾ സത്യം ഒരിക്കലും അങ്ങനെയല്ല. പാലക്കാട് നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഇവിടെ ഒരു അന്തർധാര CPM-ഉം BJPയും തമ്മിലുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അതില് നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ പാലക്കാട് അസംബ്ലിക്കകത്ത് ഇപ്പോഴുള്ള സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ BJPയും CPM-ഉം തമ്മിലുള്ള അന്തർധാര ഈ സ്ഥാനാർത്ഥിത്വത്തിലൂടെ നമുക്ക് പ്രകടമായി കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഞാൻ തൊട്ടു മുമ്പ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് പാലക്കാടും തൃത്താലയും തമ്മിൽ ഈ അഡ്ജസ്റ്റ്മെന്റ് നടന്നിട്ടുണ്ട്. അന്ന് തൃത്താലയിലെ LDF സ്ഥാനാർത്ഥിക്ക് BJP വോട്ട് മറിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് പരിശോധിച്ചാൽ കറക്റ്റ് അറിയാൻ കഴിയും. പകരം പാലക്കാട് CPM-ന്റെ വോട്ട് BJPക്ക് നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കാര്യം ഉറപ്പാണ്, പാലക്കാട് ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ CPM-ന് പരമ്പരാഗതമായി കിട്ടിപ്പോന്നിരുന്ന ചില വോട്ടുകൾ അത് BJPയിലേക്ക് പൊയ്ക്കോട്ടെ എന്ന രീതിയിലും, അതുപോലെ തന്നെ കുറച്ച് UDF കിട്ടുന്ന വോട്ടുകൾ അതിൽ നിന്നും പരമാവധി കുറച്ച് വോട്ടുകൾ CPM-ക്ക് കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ ഡീല് നടക്കുന്നുണ്ട്. പക്ഷേ പാലക്കാട്ടെ ജനങ്ങൾ UDF-ഉമായിട്ടാണ് ഡീലുള്ളത്. ജനങ്ങൾ ഒരു ഡീലുണ്ട്, അത് UDF-ഉമായിട്ടാണ്. അതുകൊണ്ട് പിഷാരടി അവിടെ വിജയിക്കും. രണ്ടാമതൊരു കാര്യം നിങ്ങൾ എടുത്തു നോക്കണം, 2011 മുതൽ തന്നെ പാലക്കാടിലെ വോട്ടിംഗ് ശതമാനം അല്ലെങ്കിൽ വോട്ടിംഗ് പാറ്റേൺ ഒന്ന് എടുത്തു നോക്കിയാൽ പാലക്കാട് BJPക്ക് ക്രമാതീതമായി CPM-ന് ക്രമാതീതമായി വോട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ബെനിഫിഷ്യറി എല്ലാം BJP ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സാഹചര്യങ്ങൾ കൂടി നോക്കുമ്പോഴും കഴിഞ്ഞ കാലങ്ങളിൽ NN കൃഷ്ണദാസ് മത്സരിച്ചിരുന്ന സ്ഥലം, അതുപോലെ തന്നെ അവിടെ CPM-ന്റെ ദിവാകരൻ മത്സരിച്ചിരുന്ന സ്ഥലം, പിന്നീട് ഡോക്ടർ പി സരിൻ മത്സരിച്ചിരുന്ന സ്ഥലത്ത് ഒരു പാർട്ടിയുമായിട്ടൊരു ബന്ധം പോലും ഇല്ലാത്ത ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നതിലൂടെ ഈ ഡീല് പ്രകടമാണ്. ഇത് കേരളത്തിൽ മുഴുവൻ ഈ ഡീല് ഒരുപക്ഷെ BJP. പക്ഷെ അങ്ങനെ ആരോപിക്കുമ്പോൾ അവിടെ ഒരു പുതിയ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാനും ഒരു പുതുമുഖത്തെ കൊണ്ടുവരാനും തെരഞ്ഞെടുപ്പിൽ അവതരിപ്പിക്കാനും മത്സരിക്കാനും ജയിക്കാനും ഒക്കെ സ്വാഭാവികമായിട്ടും LDF ലക്ഷ്യം വെക്കുന്നുണ്ടാകും.